കർത്താവിൻ്റെ ധന്യ തിരുനാമം ഇന്ന് പ്രഭാതകാലം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനമായിട്ട് വീണ്ടും ഒരു പ്രഭാതകാലം കൂടെ കടന്നു വരുവാൻ കർത്താവ് ബലപ്പെടുത്തിയ ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. തുടർന്ന് നിമിഷങ്ങൾ അപ്പോൾ തിരുവചനം കേൾപ്പാനായിട്ട് ലൈവിൽ കടന്നു വരുന്നവർ ഇപ്പോഴായിരിക്കുന്നവരെയൊക്കെ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ വചനം കേട്ടൊരു ദിവസം ആരംഭിക്കാൻ, വചനം കേട്ടൊരു ദിവസം തുടങ്ങാൻ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ എല്ലാ സഹോദരങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. യഹോവയുടെ ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം. ഇന്നലെ പ്രഭാതകാലം നാം കേട്ട് തുടങ്ങിയത് കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ചാണ്. ഞാൻ ചിന്തിക്കുന്നു, ഒരുപാട് വേദവചനങ്ങൾ, വേദവാക്യങ്ങൾ, വെളിപ്പാടുകൾ ആ ഒരു തിരുവചനത്തിൽ കൂടെ കർത്താവ് നമുക്ക് നൽകാനിടയായിരുന്നു. ദൈവശബ്ദത്തിൻ്റെ പ്രാധാന്യത, ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ നിലവാരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചെറിയൊരു വെളിപ്പാടിനെ, വചന വെളിപ്പാടിനെ കർത്താവ് നമുക്ക് നൽകാനിടയായിരുന്നു. ഈ പ്രഭാതകാലവും ദൈവസാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവശബ്ദം നമ്മൾക്ക് വേണ്ടി ചലിക്കും. സ്തോത്രം. വലിയ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാം ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വിനോച്ച കർത്താവ് സഹായിക്കട്ടെ. മഞ്ജുസിസ്റ്ററെ, സിസ്റ്ററെ കർത്താവ് സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ഇന്ന പ്രഭാതകാലവും അല്പനിമിഷം ഒരു ചെറിയ ചിന്തയും കൂടി ഷെയർ ചെയ്ത് ഈ പ്രഭാതകാലം തുടങ്ങുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യമാണ് ഈ പ്രഭാതകാല ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുവാൻ വേണ്ടി പോകുന്നത്. പുതിയ നിയമം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം വായിച്ച് ഞാൻ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പുതിയ നിയമം, ദ ആക്ട് ഓഫ് അപ്പോസ്റ്റൽ ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 21, 21-ാമത്തെ വാക്യം. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. നമ്മൾ ദൈവശബ്ദത്തെക്കുറിച്ച് കേട്ടു, ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് കേട്ടു. ഈ പ്രഭാതകാലം എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്നൊരു ചിന്തയാണ് ഇന്ന് കർത്താവിൻ്റെ കരത്തെക്കുറിച്ച് സംസാരിക്കാം. യഹോവയുടെ കരത്തെക്കുറിച്ച് സംസാരിക്കാം. യഹോവയുടെ കരത്തെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ദിവസങ്ങൾ അഭിഷ്ടോത്രം മോർണിംഗ് പ്രിയ ബ്രദറെ, കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു യഹോവയുടെ ശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും. മരുഭൂമിയെ എങ്ങനെ ദൈവശബ്ദം സ്വാധീനിക്കുന്നു, സ്തോത്രം. തീജ്വാലകളെ എങ്ങനെ ദൈവശബ്ദം സ്വാധീനിക്കുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ശബ്ദങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ കേൾക്കാനിടയായി തീർന്നു. അതൊക്കെ ആ ഭാഗത്ത് നിർത്തിയിട്ട് ഇന്ന് പ്രഭാതകാലം ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച്, യഹോവയുടെ കരത്തെക്കുറിച്ച് നാം കേൾക്കുവാൻ വേണ്ടി പോകും. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. അല്പസമയം മാത്രം തിരുവചനത്തിൽ 1-2 ചിന്തകളെ കൈമാറിയിട്ട് പ്രാർത്ഥിപ്പാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. യഹോവയുടെ കരം, യഹോവയുടെ കരം. നാം കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി തീർന്ന 5 ദിവസം കൊണ്ട് തൻ്റെ ശബ്ദം കൊണ്ട് ദൈവം ഭൂമിയെയും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾ എക്സെപ്റ്റ് ഹ്യൂമൻ ജീവജാലങ്ങളെയും സൃഷ്ടിക്കാനിടയായി തീർന്നു. 5 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു, ഭക്ഷ്യലതാദികളെ സൃഷ്ടിച്ചു, മത്സ്യങ്ങളെ സൃഷ്ടിച്ചു, പറവജാതികളെ സൃഷ്ടിച്ചു, മൃഗജാതികളെ സൃഷ്ടിച്ചു. ഇതൊക്കെ ദൈവം തൻ്റെ ശബ്ദം കൊണ്ട് 5 ദിവസം കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കാനിടയായി തീർന്നു. എന്നാൽ 6-ാമത്തെ ദിവസമായപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ടൈമാകുകയാണ്. മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയമായപ്പോൾ തിരുവചനം വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഒരിക്കലും ദൈവം തൻ്റെ ശബ്ദം കൊണ്ടല്ല മനുഷ്യനെ സൃഷ്ടിക്കാനിടയായി തീർന്നത്, മറിച്ച് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനിടയായി തീരും. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം തൻ്റെ കരം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര സന്തോഷമുണ്ട്. അതേ സ്തോത്രം. സകല സൃഷ്ടികളെയും യഹോവയായ ദൈവം തൻ്റെ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ, തനിക്ക് ഏറ്റവും പ്രിയമായ തൻ്റെ സൃഷ്ടിയെ
ദൈവം സൃഷ്ടിക്കുവാൻ വേണ്ടി, ഉണ്ടാക്കുവാൻ വേണ്ടി സർവശക്തനായ ദൈവം തൻ്റെ ശബ്ദമല്ല ഉപയോഗിച്ചത്, മറിച്ച് തിരുവചനം പറയുന്നു തൻ്റെ കരങ്ങളെ ഉപയോഗിക്കാനിടയായിത്തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ നോക്കുക, ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളോട് പറയുന്നു, കർത്താവ് തൻ്റെ ഏകീകകാല ശുശ്രൂഷയിൽ നമ്മളോട് പറയുന്ന ഒരു പദം ഇങ്ങനെയുണ്ട്. തൻ്റെ ശിഷ്യന്മാരോട്, തന്നെ അനുഗമിച്ചവരോട് പറയുന്ന ഒരു പദമുണ്ട്. നിങ്ങൾ വയലിലെ പുല്ലുകളെ നോക്കണം. സ്തോത്രം. അത് വിതയ്ക്കുന്നില്ല, അവർക്ക് ആകാശത്തിലെ പർവ്വജാതിയെ നോക്കണം, വയലിലെ പുല്ലുകളെ നോക്കണം. ആകാശത്തിലെ പർവ്വജാതികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സർവശക്തനായ ദൈവം അവയെ ശ്രേഷ്ഠതയോടെ നടത്തുന്നു. വയൽ പ്രദേശത്തിലെ പുല്ലുകളെ നോക്കുക, അത് നെയ്യുന്നില്ല, കോർക്കുന്നില്ല. പക്ഷേ ശലോമോൻ പോലും തൻ്റെ സൃഷ്ടികളൊന്നും തന്നെ അതിനോടൊപ്പം ഉപമിക്കുവാൻ തുനിഞ്ഞില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ കേവലം, സ്തോത്രം, ഇന്ന് സ്തോത്രം കിളിർത്ത് നാളെ വാടി അടുത്ത ദിവസം തീയിൽ എറിഞ്ഞു കളയുന്ന പുല്ലിനെ ദൈവം ഇത്രത്തോളം ശ്രേഷ്ഠതയോടെ കരുതുന്നെങ്കിൽ, സ്തോത്രം, ആകാശത്തിലെ പർവ്വജാതികളെ സർവശക്തനായ ദൈവം ഇത്രത്തോളം കരുതുന്നെങ്കിൽ, കർത്താവ് പറയുകയാണ്, ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചതായ സൃഷ്ടികളെ ഇത്രത്തോളം ശ്രേഷ്ഠകരമായിട്ട് ഞാൻ കരുതുന്നെങ്കിൽ എൻ്റെ കരം കൊണ്ട് സൃഷ്ടിച്ച നിങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചതായ സൃഷ്ടികളെ, ആകാശത്തിലെ പർവ്വജാതികളെ, വയൽ പ്രദേശത്തിലെ പുല്ലുകളെ ഇത്രത്തോളം ശ്രേഷ്ഠകരമായി സർവശക്തനായ ദൈവം നടത്തുന്നെങ്കിൽ, നോക്കുന്നെങ്കിൽ, പരിപാലിക്കുന്നെങ്കിൽ, ശബ്ദം കൊണ്ടല്ല, തൻ്റെ സ്വന്തം സാദൃശ്യത്തിനും സ്വരൂപത്തിനും കരം കൊണ്ട് നിർമ്മിച്ചതായ നമ്മളെ, തൻ്റെ കരം കൊണ്ട് നിർമ്മിച്ചതായ നമ്മളെ, സ്തോത്രം. ഈ പ്രഭാതകാലം ഈ ദൂത് ക്യാച്ച് ചെയ്തു. നമ്മൾ സ്വർഗം നമ്മളെ തൻ്റെ കരം കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ആകാശത്തിലെ പർവ്വജാതികളെ നോക്കുക, ഭൂതലത്തിലെ സകല സ്തോത്രം സൃഷ്ടികളെയും നോക്കുക, അവയെയൊക്കെ ഓരോ ദിവസവും സർവശക്തനായ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളെ നോക്കുക. എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് അവയൊക്കെ സർവശക്തനായ ദൈവം പരിപാലിക്കുന്നത്. കർത്താവ് ചോദിക്കണം, അവയൊക്കെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരായവരല്ലേ? സ്തോത്രം. അതെ, നിശ്ചയമായിട്ടും ശ്രേഷ്ഠരായവരാണ്. കാരണം നമ്മളെ കേവലം ശബ്ദം കൊണ്ടല്ല നിർമ്മിച്ചത്, കേവലം ചിന്താഗതി കൊണ്ടല്ല നിർമ്മിച്ചത്, കൽപ്പന കൊണ്ടല്ല നിർമ്മിച്ചത്, മറിച്ച് അവന്റെ കരം കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പിലേക്ക്, ആ ഒരു റെവലേഷനിലേക്ക്, ആ ഒരു ദൈവിക വെളിപ്പാടിലേക്കൊന്ന് കയറി നിന്ന്, എന്നെ സൃഷ്ടിച്ചത് ശബ്ദം കൊണ്ടല്ല, സ്വർഗം തന്റെ കരം കൊണ്ടാണ്, യഹോവ തന്റെ കരം കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ശബ്ദം കൊണ്ട് നിർമ്മിച്ചതിനെ ഇത്രത്തോളം ശ്രേഷ്ഠകരമായി സ്വർഗം പരിപാലിക്കുമെങ്കിൽ കരം കൊണ്ട് നിർമ്മിച്ചതായി എന്നെ എത്രത്തോളം എൻ്റെ കൂടെ ഉണ്ട്. അതേ മേരി സിസ്റ്ററെ, അതേ സത്യം ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ, അതേ ബിനു ബ്രദറെ, നമ്മളെ സ്വർഗം കരം കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് ശബ്ദം കൊണ്ട് നിർമ്മിച്ചതിനെ കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ രീതിയിൽ കരം കൊണ്ട് നിർമ്മിച്ചതിനെ സ്വർഗം നടത്തുമെന്ന കർത്താവ് തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നത്. കർത്താവ് നമുക്ക് നമ്മൾ വാഗ്ദത്തം നൽകിയിരിക്കുന്നത്, കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറ്റമില്ലാത്തവന്റെ വാഗ്ദത്തമായി ഇന്ന് പ്രഭാതകാലം നമ്മുടെ തലമേൽ കിടക്കുന്നത്. അതിനെ ഇത്രത്തോളം ശ്രേഷ്ഠകരമായി, കേവലം ഒന്നും കൂടി ആവർത്തിച്ചു പറഞ്ഞത്, ശബ്ദം കൊണ്ട് നിർമ്മിച്ചതിനെ അത്രത്തോളം ശ്രേഷ്ഠകരമായിട്ട്, അത്രത്തോളം ഇന്ന് നമ്മൾ കണ്ട് നാളെ വാടുന്ന ആ സ്തോത്രം മേടുകളെ ഇത്രത്തോളം ശ്രേഷ്ഠകരമായിട്ട് സ്വർഗം പരിപാലിക്കുന്നെങ്കിൽ, ജീസസ് ഒരു കോൺഫിഡൻസ് ഇന്ന് പകൽക്കാലം വേണം കേട്ടോ. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സ്വർഗം എന്നെ കരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതകാലം ആ കരത്തെക്കുറിച്ചാണ് നാം കേൾക്കുന്നത്. തിരുവചനം പറയുന്നത്, അവൻ നമ്മളെ ഉള്ളം കരത്തിൽ വഹിക്കുന്നു. യഹോവ നമ്മളെ ഉള്ളം കരത്തിൽ വഹിക്കുന്നു. എത്ര പേർക്ക് ഈ പ്രഭാതകാലം ആ കോൺഫിഡൻസ് ഉണ്ട്? ഞാൻ കർത്താവിൻ്റെ വലം കരത്തിലാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ കരത്തിൽ നിന്ന് എന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ, അങ്ങനെ വേണം പറയാൻ. കർത്താവിൻ്റെ കരത്തിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ടുപോകാൻ, കർത്താവിൻ്റെ കരത്തിൽ നിന്ന് എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നിങ്ങൾ നോക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് സ്തോത്രം എഴുതി വെച്ച് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ സ്തോത്രം എന്നൊക്കെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ച ആ 11-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സംഭവിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ സ്തോത്രം ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവ് കൈമാറാനിടയായിരുന്നു. അതായത്
വിശ്വസിച്ച് കർത്താവിന് സ്നാനം കഴിച്ച് അവൻ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് സഭയോട് ചേർന്ന് പത്രോസിനോട് ചേർന്ന് അപ്പോസ്തലന്മാരോട് ചേർന്ന ഒരു കൂട്ടം ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിന് ശക്തി വന്നപ്പോൾ സ്തോത്രം അവിടെ ആയിരുന്ന പരിച്ഛേദനക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അച്ചാച്ചന്മാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പണ്ട് മുതലേ വിശ്വാസത്തിലുള്ള, പണ്ട് മുതലേ പരിച്ഛേദനയേറ്റ, ന്യായപ്രമാണം പാലിച്ച് അവൻ മുൻപോട്ട് ചലിച്ചതായ ഒരു കൂട്ടം ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അവർ അതിനെ എതിർക്കാനിടയായിത്തീർന്നു. ആ ജാതികളുടെ ഇടയിലേക്ക് വന്ന് സുവിശേഷം അറിയിച്ച പത്രോസിനെ അവർ എതിർക്കാനിടയായിത്തീർന്നു. അവർ പറഞ്ഞു, നീ പരിച്ഛേദനക്കാരുടെ ഇടയ്ക്ക് ചെന്ന് അവരോട് സമ്പർക്കം പുലർത്തി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നു. അതായത് ന്യായപ്രമാണമില്ലാത്ത, യഹോവയില്ലാത്ത, സാന്നിധ്യമില്ലാത്ത, വചനമനുസരിക്കാത്ത ഒരു കൂട്ടത്തിന്റെ ഇടയ്ക്ക് പോയി നീ വചനം പ്രസംഗിക്കുക, അവർ തരുന്നത് കഴിക്കുകയാണ്. ഇങ്ങനെ പരിച്ഛേദനക്കാരായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സ്തോത്രം ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നു, കർത്താവിനെ കുറിച്ച് അറിയിക്കുന്നു എന്ന് കുറ്റം പറഞ്ഞപ്പോൾ പത്രോസിനെ കുറ്റപ്പെടുത്തുകയാണ്, അവനെ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ പത്രോസ് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് പ്രഭാതകാലം കുറിവാക്യമായിട്ട് വായിക്കാനിടയായത്. നിങ്ങൾ നോക്കുക സ്തോത്രം, അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കാൻ ഇടയായിത്തീർന്നു. നോക്ക്, കർത്താവിന്റെ യഹോവയുടെ കരത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ പ്രത്യേകത ബലഹീനതയിൽ തുട നിൽക്കുന്നതാണ് ദൈവകരത്തിന്റെ പ്രത്യേകത. കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കാനിടയായിത്തീരും. നിങ്ങൾ നോക്കുക, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പിന്നത്തേതിൽ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് എന്ന ശക്തനായ ഒരു അപ്പോസ്തലനെ പിന്നത്തേത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജ്ഞാനത്തിലും വിവേകത്തിലും അറിവിലും സ്തോത്രം അധികാരത്തിലുമൊക്കെ ശക്തനായിട്ട് നിന്ന ഒരു അപ്പോസ്തലനെ പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാനിടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിനോട് കൂടെ ചലിച്ചു. അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യം ചലിക്കാനിടയായിത്തീർന്നു. അദ്ദേഹം സ്തോത്രം വാഗ്വാദം സംസാരിക്കാനിടയായിത്തീർന്നു, സുവിശേഷം പറയാനിടയായിത്തീർന്നു. റോമക്കാരുടെ ഇടയിൽ സംസാരിച്ചു, യഹൂദന്മാരുടെ ഇടയിൽ സംസാരിച്ചു, പരീശന്മാരുടെ ഇടയിൽ സംസാരിച്ചു, അവൻ എരിവുകാരുടെ ഇടയിൽ സംസാരിച്ചു, അങ്ങനെ അവൻ ജാതികളുടെ ഇടയിൽ സംസാരിച്ചു. അങ്ങനെ ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഇദ്ദേഹം സംസാരിക്കാനിടയായിത്തീർന്നു. ഇവിടെയൊക്കെ ദൈവ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ സ്തോത്രം ഇവിടെയൊക്കെ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിലും യഹോവയുടെ കർത്താവിന്റെ കരം കൂടെ ഉള്ളതായിട്ട് എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ പത്രോസിന്റെ കാര്യം കടന്നു വരുമ്പോൾ അവിടെ വചനം എഴുതിയിരിക്കുകയാണ്, കർത്താവിന്റെ കരം പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക, പത്രോസിന്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം പഠിപ്പറിവില്ലാത്തവരാണ്, അധികം ജ്ഞാനമില്ലാത്തവരാണ്. അതായത് പൗലോസിന്റെ കൂട്ടം അധികം ജ്ഞാനമില്ലാത്തവരാണ്, കേവലം മുക്കുവാനാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. കേവലം മുക്കുവാനാണ്. അവർ സംസാരിക്കുന്ന ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ സ്തോത്രം അവിടെ ഉണ്ടായിരുന്ന ആർക്കും കഴിഞ്ഞില്ല. അത് പരിശുദ്ധാത്മാവ് നൽകിയ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആർക്കും കഴിഞ്ഞില്ല. കർത്താവിന്റെ കരം സ്തോത്രം ഇവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന്റെ കാരണം സ്തോത്രം ഇവർ ബലഹീനരാണെന്ന് ഇവരെ കുറിച്ച് മുൻപ് തന്നെ അവിടെ ഒരു ശ്രുതി പാടിയിട്ടുണ്ട്. അവര് തന്നെ പറയുന്നുണ്ട്, പത്രോസ് തന്നെ പറയുന്നുണ്ട്, അതാ ഞാൻ കുറവുള്ളവനായ മനുഷ്യൻ, എനിക്ക് സംസാരിക്കാനൊന്നും വലിയ അറിവൊന്നുമില്ലെന്ന്, എനിക്ക് ഈ സുവിശേഷം പറയാൻ തക്കവണ്ണമുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ലെന്നേ. സ്തോത്രം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കുമോ? ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് സംസാരിക്കാനായിട്ട് ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആദ്യം അവർ പറയുന്നത്, ഇത് പത്രോസല്ലേ? അതേ സ്തോത്രം, ആ ഗലീല തീരത്ത് വലയെറിയുന്നവൻ, ഇവൻ ന്യായപ്രമാണത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കേണ്ടത്? ഞങ്ങൾക്ക് ന്യായപ്രമാണത്തെക്കുറിച്ച് സകലതും അറിയാം. ഞങ്ങൾ ന്യായപ്രമാണത്തെ ചെറുപ്പകാലം മുതലേ കലക്കി കുടിച്ചവരാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് സമ്പാദിക്കുന്നവരാണ്. ഇതിന്റെ ആഴത്തെയും ഡെപ്തിനെയും സകലത്തെയും അറിയുന്നവരാണ്. ഞങ്ങളോട് ഈ മുക്കുവൻ എന്താണ് സംസാരിക്കാൻ അവൻ പോകുന്നത്? അവൻ എന്താണ് ഞങ്ങളോട് സംസാരിക്കാനുള്ളതെന്ന് എൻ്റെ ബലഹീനതയെ ചൂണ്ടിക്കാണിച്ച് അവർ ഒരുപക്ഷെ എനിക്കെതിരെ സംസാരിക്കാനിടയായിത്തീരും. സ്തോത്രം അങ്ങനെ ഒരു മനോഭാവം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകേണ്ട സാധ്യതയില്ല. കാരണം അദ്ദേഹം ശക്തനായ സ്തോത്രം ഒരു വ്യക്തിയാണ്. അദ്ദേഹം ന്യായപ്രമാണത്തെ A to Z വരെ നല്ല രീതിയിൽ സകലതും അറിഞ്ഞ ഒരു വ്യക്തിയാണ്. സ്തോത്രം അവൻ സന്നദ്ധ സംഘത്തിന്റെ അകത്തളത്തിൽ ഒരു മെമ്പർഷിപ്പ് ഉള്ളവനാണ്. സ്തോത്രം റോമ പൗരത്വമുള്ളവനാണ്. അദ്ദേഹത്തിനോട് കൂടെ കർത്താവിന്റെ കരം അവൻ ചലിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇദ്ദേഹം ഭയങ്കര ധൈര്യമുള്ളവരാണ്. നിങ്ങൾ നോക്ക്, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വളരെ ശ്രദ്ധിച്ച് വായിച്ചു കഴിയുമ്പോൾ അവൻ സ്തോത്രം പൗലോസിനെയും കൂട്ടരെയും കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ അടച്ചു. അത് ദൈവത്തിന്റെ വചനം പറയുന്നത്, രാത്രികൾ അവർ പാടി ആരാധിച്ചപ്പോൾ യഹോവയുടെ ദൂതൻ വന്ന് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കിയതിനു ശേഷം കാരാഗ്രഹ പ്രമാണി വന്ന് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ട് അദ്ദേഹം ഭയപ്പെടുവാൻ
ഇടയായിത്തീർന്നു. അതിന്റെ അകത്തളത്തിലുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച് തന്റെ സ്വന്തം ആയുധമെടുത്ത് താൻ സ്വയമേ ആത്മഹത്യ ചെയ്യാനായിട്ട് തുനിഞ്ഞു നിൽക്കുമ്പോൾ സ്തോത്രം പൗലോസ് പറയുന്ന പദമുണ്ട്, അരുത്, ദോഷമായിട്ട് ഒന്നും നീ ചെയ്യരുത്, ദോഷമായിട്ട് ഒന്നും ചെയ്യരുത്. ചില ശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുവാൻ വേണ്ടി പോകുക, ചില തീരുമാനങ്ങളെ ചേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം. ഈ പ്രഭാതകാലം ഈ തിരുവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യയാണ് അവസാനത്തെ വഴി എന്ന് ചിന്താഗതിയോടുകൂടി ഇരിക്കുന്ന ചിലരെ യേശുവിൻ്റെ നാമത്തിൽ ആത്മഹത്യയാണ് അവസാനത്തെ വഴി എന്ന ചിന്താഗതിയോട് ഇരിക്കുന്ന ചില ഹൃദയത്തിന്റെ തീരുമാനത്തെ എൻ്റെ കർത്താവ് ഈ വചനം കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കരമിറങ്ങി. ജീസസ് 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 ഇനി രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല, ഇനി ആകെയുള്ള വഴി ആത്മഹത്യയാണെന്നുള്ള തീരുമാനത്തോടു കൂടി ഇരിക്കുന്ന ചിലതിൻ്റെ ഹൃദയത്തെ എൻ്റെ കർത്താവിൻ്റെ കരം തൊടുക. ചിലതിന്റെ ജീവിതത്തെ ഈ പ്രഭാതകാലം എൻ്റെ കർത്താവിന്റെ കരം തൊടുക. അതേ സ്തോത്രം, അവൻ സ്തോത്രം സ്വയമേ ജീവൻ അപഹരിക്കുവാൻ തക്കവണ്ണം ആയുധത്തെ കരത്തെടുത്തപ്പോൾ പൗലോസ് പറയുന്നു, നിനക്ക് ദോഷമായതൊന്നും നീ സ്തോത്രം ചെയ്യരുത്, ഞങ്ങൾ എങ്ങും പോകിയിട്ടില്ല. അടുത്ത പദമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നോക്ക് സ്തോത്രം. അപ്പോൾ കാരാഗ്രഹ പ്രമാണി വന്ന് സ്നാനപ്പെട്ട് കർത്താവിന്റെ ഹൃദയം കൊണ്ടൊക്കെ സ്വീകരിച്ചു, അവരെ വിശ്വസിക്കാനാണ്. അതിനുശേഷം കാരാഗ്രഹ പ്രമാണി പൗലോസിനോട് കൂട്ടരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ, നിങ്ങൾ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വെക്കുക, നിങ്ങൾക്ക് പോകുവാൻ ഞാൻ അനുവാദം നൽകിയ. ഇത് കാരാഗ്രഹ പ്രമാണി പറഞ്ഞു കഴിയുമ്പോൾ ആ വേദഭാഗം ശ്രദ്ധിക്കണം. പൗലോസ് പോകുവാനായിട്ട് തുനിയുന്നില്ല, അദ്ദേഹം ആ കാരാഗ്രഹത്തിൽ തന്നെ ഇരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ ഇരുന്നിട്ട് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ഞങ്ങൾ ഇപ്പോൾ അതിനെ പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ ആക്കിയതാരോ, ഇതിന്റെ അകത്തളത്തിൽ ഞങ്ങൾ വരുവാൻ കാരണം ആയതാരോ അവരെ നീ ഇവിടെ കൊണ്ടുവരണം. ജീസസ്, യേശുവിന്റെ നാമത്തിൽ അവരെ നീ ഇവിടെ കൊണ്ടുവരണം. സ്തോത്രം. ഞങ്ങൾ ഈ ബന്ധനത്തിലാകുവാൻ കാരണമായവർ, ഞങ്ങൾ ഈ കാരാഗ്രഹത്തിലാകുവാൻ കാരണമായവർ, ഞങ്ങളുടെ യാത്രയ്ക്ക് വിഘ്നം വരുത്തിയവർ, ഞങ്ങളുടെ ഈ സുവിശേഷ വേലയ്ക്ക് തടങ്കലായി നിന്നവർ, അവരെ നീ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവരണം, അവരെ നീ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവരണം. അത് ന്യായമെന്ന് കണ്ടിട്ട് ഈ കാരാഗ്രഹ പ്രമാണി അങ്ങനെ ചെയ്തെന്നാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്. സ്തോത്രം. അപ്പോൾ അത്രത്തോളം ധൈര്യമുള്ള, അത്രത്തോളം അറിവുള്ള, അത്രത്തോളം കാര്യങ്ങളെ ഫേസ് ചെയ്യുവാൻ സ്തോത്രം ആത്മധൈര്യത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ കർത്താവിന്റെ കരം അവൻ ചലിക്കുന്നതായിട്ട് എങ്ങും എഴുതിയിട്ടില്ല, സാന്നിധ്യം ചലിക്കുന്നുണ്ട്, കരം ചലിക്കുന്നതായിട്ട് എഴുതുന്നില്ല. പക്ഷെ ഇവിടെ പത്രോസിന്റെ കാര്യം അങ്ങനെയല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ, ദൈവത്തിന്റെ കരമില്ല എങ്കിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല, ദൈവത്തിന്റെ ജ്ഞാനമില്ലെങ്കിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന വ്യക്തിത്വങ്ങളോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണമുള്ളൊരു ജ്ഞാനം അദ്ദേഹം ആർജിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരം സ്തോത്രം അദ്ദേഹത്തിനോട് കൂടെ ചലിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രഭാതകാലം ഒന്നാമതായി യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത് വചനപ്രകാരം പറയുന്നു. സ്തോത്രം. അത് ബലഹീനതയിൽ തുണ നിൽക്കുന്നതാണ്, ബലഹീനതയിൽ തുണ നിൽക്കുന്നത്. ചിലര് എത്രത്തോളം പ്രാർത്ഥിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും സ്തോത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ബ്രദർ. സ്തോത്രം. അതൊരു ബലഹീനതയാണ്. ഇന്ന് പ്രഭാതകാലം പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ ആ ബലഹീനതയിൽ നിന്റെ കരം ഒന്ന് ഇറങ്ങി വരണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവസന്നിധിയോട് ചേർന്നിരിക്കണം, എനിക്കിനിയും തിരുവചനം വായിക്കണം, എനിക്കിനിയും ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹമുണ്ട്. അതിനായിട്ട് എൻ്റെ കരവും എൻ്റെ ബലവും നമുക്കൊണ്ട് ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. പക്ഷെ നിന്റെ കരത്തിനും നിന്റെ സാന്നിധ്യത്തിനും എന്നെ ബലപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നിന്റെ കരം എന്നോട് കൂടെ ഒന്ന് ഇറങ്ങി വരണമെന്ന് എത്ര പേർ പ്രഭാതകാലം പ്രാർത്ഥിക്കാനിടയായിത്തീരും. നോക്കുക, ബലഹീനതയിൽ തുണ നിൽക്കുന്നതാണ് കർത്താവിന്റെ കരം എന്ന് പറയും. രണ്ടാമത് സ്തോത്രം രണ്ടാമത് ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത നോക്കുക. നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ സ്തോത്രം. അത് അവിടെ നമുക്കറിയാം സ്തോത്രം, അവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു പണിശാലയിലേക്ക് കൊണ്ടുപോകുകയാണ്. ഒരു പണിശാലയിലേക്ക് നോക്ക്. സ്തോത്രം. ഈ പണിശാലയിൽ സ്തോത്രം ഒരു കുശവൻ തൻ്റെ കരത്തിലിരിക്കുന്ന തൻ്റെ പോട്ടിനെ അല്ലെങ്കിൽ തൻ്റെ കരത്തെ പണിഞ്ഞുകൊണ്ടിരിക്കുക, തൻ്റെ സൃഷ്ടിയെ താൻ കരത്തിലിരുത്തി പണിഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്കാണ് യിരെമ്യാ പ്രവാചകൻ സ്തോത്രം നമ്മളെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. യഹോവയുടെ കരത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറയാനിടയെത്തുന്നു, ബലഹീനതയിൽ അത് തുണ നിൽക്കുന്നതാണ്. രണ്ട്, യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത തൻ്റെ ഇഷ്ടപ്രകാരം നമ്മെ പണിതെടുക്കുന്നതാണ് യഹോവയുടെ കരമെന്ന് പറയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യം. കുശവന്റെ സ്തോത്രം കുശവൻ വർക്ക് ചെയ്യുന്ന ഇടത്തേക്ക് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് യിരെമ്യാ പ്രവാചകനെ കൊണ്ടുപോകുകയാണ്.
കുശവന്റെ കരത്തിലിരുന്ന് ആ മൺപാത്രം പണിയപ്പെടുകയാണ്. കുശവന്റെ കരത്തിലിരുന്ന് മൺപാത്രം പണിയപ്പെടുമ്പോൾ അവന്റെ കരത്തിലിരിക്കുമ്പോൾ തന്നെ ആ മൺപാത്രം ഉടയപ്പെടുവാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ ആ മൺപാത്രം ഉടയപ്പെടുവാൻ കരത്തിലിരുന്നപ്പോൾ തന്നെ അത് ഉടഞ്ഞു. ഒന്ന് ഞാൻ പറയാൻ, ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, പ്രഭാതകാലം എന്നെ കേൾക്കുന്നവരെ, ഉടയവന്റെ കരത്തിലിരുന്ന് ഉടയുകയാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഉടയവന്റെ കരത്തിലിരുന്ന് ഉടയുകയാണെങ്കിൽ ശ്രേഷ്ഠകരമായ രീതിയിൽ അവൻ എന്നെ പണിതെടുക്കാനിടയായിത്തീരും. എൻ്റെ കൂടെയുണ്ട് ദൂത് കേൾക്കുന്നവർ, എൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. പണിശാലയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് സ്തോത്രം തൻ്റെ സ്തോത്രം പൂണിയിൽ ശക്തമായ ആയുധങ്ങളായിട്ട് ഉടയവൻ നമ്മളെ പണിതെടുക്കാനിടയായിത്തീരും. എപ്പോൾ? ഉടയവന്റെ കരത്തിലിരുന്നാണ് നാം ഉടയുന്നതെങ്കിൽ. സ്തോത്രം. ഇവൻ അവന്റെ ഇഷ്ടപ്രകാരം അതിനെ പിന്നത്തേതിൽ ഒരു മാനപാത്രമായിട്ട് പണിതെടുക്കാനിടയായിത്തീർന്നു. അപ്പോൾ യഹോവയുടെ കരത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ പണിതെടുക്കാനിടയായിത്തീരും. ഇന്ന് പ്രഭാതകാലം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്, നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവത്തെ ചലിപ്പിക്കുവാൻ വേണ്ടിയല്ല, ദൈവകരത്തെ ചലിപ്പിക്കുവാൻ വേണ്ടിയല്ല സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലാകും. ദൂതനെ പിടിച്ചോ. സ്തോത്രം. നമ്മുടെ ഇഷ്ടപ്രകാരം യഹോവയുടെ കരത്തെ ചലിപ്പിക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മളെ പണിയുവാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടിയാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതല്ലേ ഇഷ്ടത്തരം. ഗതശമനെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവും പറയുവാനിടയായി തീർന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. അല്ല, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണം. എൻ്റെ ഇഷ്ടം അവിടെ നിൽപ്പുണ്ട്, ആ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. ആ ഇഷ്ടം അവിടെ നിൽക്കുമ്പോൾ തന്നെ നിന്റെ ഇഷ്ടപ്രകാരം എന്നെ പണിയണമേ എന്ന്, നിന്റെ കൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം എന്നെ പണിയണമേ എന്ന് പറയുന്നവരെ, ഇന്ന് പ്രഭാതകാലം സ്തോത്രം, യഹോവയുടെ കരത്തിൽ തന്നെത്താൻ പണിയപ്പെടുവാൻ സമർപ്പിച്ചു കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ തന്റെ പൂണിയിൽ ഏറ്റവും ശക്തമായ ആയുധമായിട്ട് പണിതെടുക്കുവാൻ വേണ്ടി ആ കുശവൻ എന്നെ ഒന്ന് പണിതോട്ടെ എന്ന് പറഞ്ഞ്, നീ അവന്റെ കരത്തിലിരുന്നാണ് ഉടയുന്നതെങ്കിൽ, ഉടയവന്റെ കരത്തിലിരുന്നാണ് ഉടയുന്നതെങ്കിൽ, നീ പണിയപ്പെടുന്നത് ഇന്ന് വരെ പണിയപ്പെടാത്ത രീതിയാണ്. യേശുവിന്റെ നാമത്തിൽ തന്റെ പൂണിയിൽ ഇന്ന് വരെ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു ആയുധമായിട്ട് നിന്നെയും നിന്റെ ജീവിതത്തെയും പണിതെടുക്കുവാൻ തക്കവണ്, നമ്മെയും നമ്മുടെ ജീവിതത്തെയും പണിതെടുക്കുവാൻ തക്കവണ് ചില സമയങ്ങളിൽ കുശവന്റെ കരത്തിൽ നാം ഉടയപ്പെട്ടേ പറ്റത്തുള്ളൂ. ആരും ഉടയാത്ത രീതിയിൽ ഇന്ന് പ്രഭാതകാലം നീ ഉടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ഞാൻ പറയാം, ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ സ്വർഗം നിന്നെ ഉപയോഗിക്കാനിടയായിത്തീരും. കുശവന്റെ കരത്തിൽ, ഉടയവന്റെ കരത്തിൽ ആരും ഉടയപ്പെടാത്ത രീതിയിലാണ് നിന്റെ ജീവിതം ഉടയപ്പെട്ടതെങ്കിൽ, നിന്റെ ഹൃദയം ഉടയപ്പെട്ടതെങ്കിൽ, നിന്റെ കണ്ണുനീർ നീ അമശ്വത്രം അവൻ പൊഴിച്ചതെങ്കിൽ, ആരും തകരാത്ത രീതിയിൽ, ആരും ഉടയാത്ത രീതിയിൽ, ആരും അമശ്വത്രം ഒറ്റപ്പെടാത്ത രീതിയിൽ, ഇന്നലകളിൽ ഒറ്റപ്പെട്ടവരാണെങ്കിൽ, ആരും തകരാത്ത രീതിയിൽ ഇന്നലകളിൽ ഹൃദയം തകർന്നവരാണെങ്കിൽ, കുശവന്റെ കരത്തിലിരുന്നാണോ നീ ഉടയപ്പെട്ടത്? ഈ പ്രഭാതകാലം ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാതെ, ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ അവൻ നാളുകളിൽ തന്റെ പൂണിയിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിട്ട് എൻ്റെ സ്വർഗം നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി പോകുക, ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ. അതേ സ്വതം ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു പണി ചിലരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ നടക്കുക. ചിലരുടെ മേൽ, ചിലരുടെ ആത്മീയ ജീവിതത്തിന് മേൽ അങ്ങനെ ഒരു പണി നടക്കുക. അതേ, ചിലരുടെ പ്രാർത്ഥന ജീവിതത്തിന് മേൽ അങ്ങനെ ഒരു പണി നടക്കുക. ചിലരുടെ സ്പിരിച്വൽ മനുഷ്യനിൽ, ആത്മ മനുഷ്യനിൽ അങ്ങനെ ഒരു പണി നടക്കുക. ചിലരുടെ ആരാധന ജീവിതത്തിൽ അങ്ങനെ ഒരു പണി നടക്കുക. ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ നിന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി, ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ നിന്റെ അതരത്തെ ഉപയോഗിക്കുവാൻ വേണ്ടി, നിന്റെ ഭവനത്തെ ഉപയോഗിക്കുവാൻ വേണ്ടി, നിന്റെ തലമുറയെ ഉപയോഗിക്കുവാൻ വേണ്ടി, നിന്റെ മേലുള്ള അനോയിന്റിങ്ങിനെ ഉപയോഗിക്കുവാൻ വേണ്ടി, നിന്റെ കണ്ണുകളെ ഉപയോഗിക്കുവാൻ വേണ്ടി, നിന്റെ കാലുകളെ, നിന്റെ ജീവിതത്തെ വൈഡകൾ കരതടകടകൾ ഉപയോഗിക്കുവാൻ വേണ്ടി സ്വർഗം നിന്നെ പണിയുക. ആർക്കുമില്ലാത്തൊരു തകർച്ചയും, ആർക്കുമില്ലാത്തൊരു ഉടർച്ചയും, ആർക്കുമില്ലാത്തൊരു ഒറ്റപ്പെടലും ഈ ദിവസം നിനക്കുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നീ കുശവന്റെ കരത്തിലിരുന്ന് പണിയപ്പെടുകയാ. നീ കുശവന്റെ കരത്തിലിരുന്ന് പണിയപ്പെടുകയാ. അവന്റെ കരത്തിലിരുന്ന് പണിയപ്പെടുകയാണെങ്കിൽ സ്തോത്രം, മൂല്യമേറിയതൊന്ന്, മൂർച്ചയേറിയതൊന്നായിട്ട് നിന്നെ മാറ്റുവാൻ ഈ പണിക്ക് കഴിയുമെന്ന്. ആദ്യം അല്പം വേദന ഉണ്ടാകുമെന്ന്, ആദ്യം അപ്പോൾ ഉടർച്ച ഉണ്ടാകും,
ഉണ്ടാകുമെന്ന്. ആദ്യം അപ്പോൾ അവൻ ഒറ്റപ്പടിയിൽ ഉണ്ടാകുമെന്ന്. എന്നാൽ ഈ സ്തോത്രം ആലയിൽ നിന്ന് നീ പണിതിറങ്ങുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ ഈ ആലയിൽ നിന്ന് നീ പണിതിറങ്ങുമ്പോൾ, കുറവ് തീർത്ത് നീ പുറത്തു വരുമ്പോൾ ഇന്നുവരെ അവൻ സ്തോത്രം ഒരു വ്യക്തിയും കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലുള്ള അനോയിന്റിങ്, ഒരു ഉപയോഗം നിന്നെ കൊണ്ട് സ്വർഗത്തിനുണ്ടെന്ന്, നിന്റെ അതരത്തെ കൊണ്ട് സ്വർഗത്തിനുണ്ടെന്ന്, നിന്റെ മേലുള്ള അഭിഷേകത്തെ കൊണ്ട് സ്വർഗത്തിനുണ്ടെന്ന്, നിന്റെ ജീവിതത്തെ കൊണ്ട് എന്റെ കർത്താവിനുണ്ടെന്ന്. യഹോവയുടെ കരം നിന്നെ പണിയുന്നത് അതേ നിലവാരത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാ. ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ച് സ്വർഗത്തിന്റെ കരം എന്നെ പണിയുന്നത് ഇന്ന് വരെ ആരെയും ഉപയോഗിച്ചിട്ടില്ലാത്ത രീതിയിൽ എന്നെ ഉപയോഗിക്കുവാൻ വേണ്ടിയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കുശവന്റെ കരത്തിലിരുന്നാണ് ഉടയപ്പെടുന്നതെങ്കിൽ ആരെയും ഉപയോഗിക്കാത്ത രീതിയിൽ നിന്നെ സ്വർഗം ഉപയോഗിക്കാനിടയായിത്തീരും. ഇതാണ് യഹോവയുടെ കരത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. ഒന്ന് ഞാൻ പറഞ്ഞു, അവൻ സ്തോത്രം ബലഹീനതയിൽ തുണ നിൽക്കുന്നതാണ് യഹോവയുടെ കരം, കർത്താവിന്റെ കരം. 2, തിരുവചനം നമ്മളോട് പറയുന്നു, സ്തോത്രം തന്റെ ഹിതത്തിന് വേണ്ടി നമ്മെ പണിതെടുക്കുന്നതാണ് യഹോവയുടെ കരം. മൂന്നാമത്തെ ഭാഗം നോക്കാം. മൂന്നാമത്തെ ഭാഗം യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത നോക്കാം, തളർന്നു പോകുന്നവരെ താങ്ങി നിർത്തുന്നതാണ് യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത, കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത. തളർന്നു പോകുന്നവരെ താങ്ങി നിർത്തുക. തളർന്നു പോകുന്നവരെ താഴ്ത്തിക്കളയുകയല്ല, തളരുന്നവരെ വീണ്ടും തളർത്തിക്കളയുകയല്ല, തളർന്നു പോകുന്നവനെ താങ്ങി നിർത്തുന്നു. നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-31 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് മനസ്സിലാകാനിടയായിത്തീരും. ഒരിക്കൽ ഒരു കൂട്ടം ശിഷ്യന്മാരുടെ മധ്യത്തിൽ അവൻ അത്ഭുതം ചെയ്തിട്ട്, ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ അത്ഭുതം ചെയ്തിട്ട് തന്റെ ശിഷ്യന്മാരുടെ കർത്താവ് അക്കരയ്ക്ക് പോകാനായിട്ട് നിർബന്ധിച്ചു മലമേൽ പ്രാർത്ഥിക്കാൻ കടന്നുപോയി. കർത്താവ് അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. വചനം പറയുന്നത് കർത്താവ് അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാൻ കടന്നുപോയി. രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന് മീതെ കർത്താവ് നടന്നു വരികയാണ്. ആദ്യം ഭൂതമെന്ന് കണ്ട ഭയപ്പെട്ട ശിഷ്യന്മാർ പിന്നെ പത്രോസ് പറയുക, നാഥാ നീ ആകുന്നുവെങ്കിൽ കടലിന് മീതെ നടന്നു വരുവാൻ എന്നോട് കൽപ്പിക്കണം. വരുവരെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കിന് മുമ്പിൽ പത്രോസ് കടലിന് മീതെ ഇറങ്ങി നടക്കാനിടയായി. അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചത് കർത്താവ്, കടലിന് മീതെ നടന്നു വരുവാൻ പത്രോസിനോട് കൽപ്പിച്ചത് കർത്താവ്. പോകുവാൻ പറഞ്ഞത് കർത്താവ്, വരുവാൻ പറഞ്ഞത് കർത്താവ്. സ്തോത്രം. നോക്ക്, വരുവാൻ പറഞ്ഞ കർത്താവിന്റെ വാക്കിന് മുമ്പിൽ ബലപ്പെട്ടുകൊണ്ട് കടലിന് മീതെ നടന്നെടുത്ത പത്രോസ് കാറ്റ് കണ്ട് ഭയപ്പെട്ട് കടലിൽ താഴുവാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം നിലവിളിക്കാനിടയായി. വചനം പറയും 31-ാമത്തെ വാക്യം, നിലവിളിക്കാനിടയായിത്തീർന്നു. എന്നാൽ 31-ാമത്തെ വാക്യം പറയുകയാണ്, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. യഹോവയുടെ കരമാണ്, കർത്താവിന്റെ കരമാണ്. വചനം പറയുന്നു, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. നീ പോകാൻ പറഞ്ഞത് കർത്താവാണ്, നീ വരുവാൻ പറഞ്ഞത് കർത്താവാണ്. കർത്താവ് പറഞ്ഞിട്ടാണ് നീ പോയതെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് നീ ചലിച്ചതെങ്കിൽ നിന്റെ സകല ഉത്തരവാദിത്വവും അവൻ തോളിലെടുക്കാനിടയായി തീരും. ഈ പ്രഭാതകാലം വിശ്വസിക്കാമോ? നീ കർത്താവ് പറഞ്ഞത് കേട്ടനുസരിച്ചാണ് ഇറങ്ങിയതെങ്കിൽ, പത്രോസേ, കർത്താവ് പറഞ്ഞത് കേട്ടനുസരിച്ചാണ് നീ പോയതെങ്കിൽ നിന്റെ സകല ഉത്തരവാദിത്വവും നീ തളർന്നു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. താങ്ങുന്ന കരം, ആ തളർച്ചയുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി പത്രോസ് ഇറങ്ങി വരുവാനിടയാ. വചനം അങ്ങനെ തന്നെ 31-ാമത്തെ വാക്യം, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. സ്തോത്രം. നിന്റെ സകല ഉത്തരവാദിത്തങ്ങളും എന്നോട് കൂടെ ഉണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത്, നിങ്ങൾ നിന്നത്, നിങ്ങൾ ഓടിയതെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെങ്കിൽ അതിനുള്ള സകല ഉത്തരവാദിത്തങ്ങളും എൻ്റെ കർത്താവ് ഏറ്റെടുക്കുവാൻ വേണ്ടി പോകുക. കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി ആ മേഖലകളിൽ ഈ ദിവസങ്ങളിൽ ചലിക്കുവാൻ വേണ്ടി പോകുക. നമുക്ക് അടുത്ത ഭാഗം കൂടെ വായിച്ചിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ കരത്തിന്റെ 4-ാമത്തെ പ്രത്യേകത. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. സ്ഥിരതയില്ലായ്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതാണ് കർത്താവിന്റെ കരത്തിന്റെ 4-ാമത്തെ പ്രത്യേകത. സ്ഥിരതയില്ലായ്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക. നോക്കുക, ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോവുകയാണ്. ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുന്ന സമയത്ത് യഹൂദന്മാരായിട്ട് ശിഷ്യന്മാർ വാഗ്വാദം ചെയ്യുക, സംവാദം ചെയ്യുക. യഹൂദന്മാരായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താണ് കാര്യമെന്ന് അവരുടെ ഇടയിലേക്ക് കർത്താവ് ചോദിക്കുക, നിങ്ങളിങ്ങനെ ശബ്ദമുണ്ടാക്കുവാൻ, ഇങ്ങനെ വാഗ്വാദം ഉണ്ടാക്കുവാനായിട്ടുള്ള കാര്യമെന്നാണ്. അപ്പോൾ അതിലൊരു മനുഷ്യൻ തൻ്റെ മകനെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട്, പുരുഷാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്. 17-ാമത്തെ വാക്യം, ഊമനായ ഒരു എൻ്റെ മകന് ഊമനാണ്. അവൻ ആ രോഗത്താൽ ബാധിക്കപ്പെട്ട് കിടക്കണം. ചെറുപ്പം മുതലേ
ഈ ആത്മാവ്, ഈ സ്തോത്രം സംസാരിക്കാൻ കഴിയാത്ത ഈ ആത്മാവ് അവനെ പിടിക്കുമ്പോൾ, സ്തോത്രം, അവനെ തീയിലും വെള്ളത്തിലും ഇട്ട് നശിപ്പിക്കാനിടയായിത്തീരും. ആദ്യമേ ഇവനെ പിടിക്കുമ്പോൾ ഇത് തള്ളിയിട്ടതിന് ശേഷം ഇവനെ നശിപ്പിക്കാൻ ഇടയായിത്തീരും. അതിനുശേഷം നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെ വിട്ടുപോകാൻ ഇടയായിത്തീരും. പലപ്പോഴും നിന്റെ ശിഷ്യന്മാരോട് ഞാൻ ഇതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരുടെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അതിനെ പുറത്തു വിടുവാൻ. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. നോക്ക, ഈ വ്യക്തിക്ക്, ഈ പൈതലിന്, ഈ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കർത്താവിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഊമനായ ഈ സ്തോത്രം രോഗിക്ക്, അല്ലെങ്കിൽ ഊമനായ ഈ വ്യക്തിക്ക്, സ്തോത്രം, സ്ഥിരതയില്ലാത്തൊരു അനുഭവത്തെയാണ് അപ്പൻ തൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതായത് സ്തോത്രം, അവന് സൗഖ്യം ലഭിച്ചു, അവൻ നിൽക്കുവാനും നടക്കുവാനും തുടങ്ങുമ്പോൾ അവനെ തള്ളിയിടും. നിൽക്കാൻ അവന് കഴിയുന്നില്ല. നിൽക്കുവാൻ കഴിയാതെ വണ്ണം എപ്പോഴും അവനെ തള്ളിയിട്ട് നശിപ്പിക്കുന്ന, അവനെ വീഴ്ത്താൻ ശ്രമിക്കുന്ന, എപ്പോഴൊക്കെ അവൻ ഇതിൽ നിന്ന് ഡെലിവറായി എഴുന്നേൽക്കുന്നുവോ അപ്പോഴൊക്കെ വീണ്ടും കടന്നു വന്ന് ഇവനെ വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. സ്ഥിരതയോടെ നിൽക്കാൻ കഴിയാതെ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, സ്ഥിരതയോടെ ആരാധിക്കാൻ കഴിയാതെ, സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയാതെ, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒരു തീരുമാനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയാതെ വണ്ണം 3-ന്റെ അന്നോ 4-ന്റെ അന്നോ അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, തീരുമാനത്തെ അൻപമ്പാടെ ഉടച്ചു കളഞ്ഞിട്ട്, പ്രാർത്ഥനയെ ഉടച്ചു കളഞ്ഞിട്ട്, ആരാധനയെ ഉടച്ചു കളഞ്ഞിട്ട്, ആത്മജീവിതത്തെ ഉടച്ചു കളഞ്ഞിട്ട് സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്നതൊന്ന് ഈ പ്രഭാതകാലം ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചിലതിനെ എൻ്റെ കർത്താവിൻ്റെ കരമിറങ്ങി അവൻ സ്തോത്രം ബ്രേക്ക് ചെയ്യുവാൻ വേണ്ടി പോകാം. നിന്റെ സ്ഥിരതയെ നഷ്ടപ്പെടുത്തും. നിങ്ങൾ നോക്കി 9-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ 27-ാമത്തെ വാക്യത്തിൽ യേശു അവനെ കൈ പിടിച്ചു നിവർത്തി, അവൻ എഴുന്നേറ്റു. യേശു അവനെ കൈ പിടിച്ചു നിവർത്തി, അവൻ എഴുന്നേറ്റു. അതായത് അന്ന് വരെ അവന്റെ സ്ഥിരതയെ ഇല്ലാതാക്കിയതൊന്നിനെ, സ്തോത്രം, കർത്താവ് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഭൂതം ഇവനെ അവൻ അപ്പോൾ കർത്താവിന്റെ മുൻപിൽ വെച്ച് തന്നെ തള്ളിയിട്ടു, അവനെ നുരച്ചു, ഇഴച്ചു, സ്തോത്രം, നശിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ കർത്താവ് തന്റെ വാക്കുകൊണ്ട് അവനെ സൗഖ്യമാക്കാൻ ഇടയായിത്തീർന്നു. സൗഖ്യമാക്കിയതിനു ശേഷം വചനം പറയുന്നു, കർത്താവ് കരം നീട്ടി അവനെ പിടിച്ചു. കർത്താവ് കരം നീട്ടി അവനെ പിടിച്ചു. കരം നീട്ടി അവനെ പിടിച്ചിട്ട് അടുത്ത ഭാഗം വചനം നമ്മളോട് പറയുന്നത്, സ്തോത്രം, അവൻ എഴുന്നേറ്റു. കരം നീട്ടി അവനെ പിടിച്ചതിന് ശേഷം അവൻ എഴുന്നേറ്റു നിന്നു. അന്ന് വരെ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയാത്ത അവന്റെ അനുഭവത്തിന് അന്ന് കർത്താവിന്റെ കരം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ മുതൽ, സ്തോത്രം, ആ സ്ഥിരതയില്ലായ്മയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ്. അവൻ സ്ഥിരതയോടെ നിൽക്കുവാൻ തുടങ്ങി. ഈ പ്രഭാതകാലം ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, ലൈവിൽ എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ വരെ, ഇന്ന് പ്രഭാതകാലം വരെ സ്ഥിരതയില്ലാത്ത അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലാത്ത, ആരാധനയിൽ സ്ഥിരതയില്ലാത്ത, വചന വായനയിൽ സ്ഥിരതയില്ലാത്ത, ആത്മാവിൽ സ്ഥിരതയില്ലാത്തൊരവസ്ഥ, യേശുവിന്റെ ആത്മീയ ജീവിതത്തിൽ സ്ഥിരതയില്ലാത്തൊരവസ്ഥ. ഈ പ്രഭാതകാലം എൻ്റെ കർത്താവിന്റെ വചനം പറയുക, എൻ്റെ കർത്താവിന്റെ കരം നിങ്ങളെ തൊടുവാൻ വേണ്ടി പോകുക. ആ സ്ഥിരതയില്ലാത്ത അവസ്ഥയ്ക്ക് ഇന്ന് പ്രഭാതകാലം ഒരു മാറ്റം വരുവാൻ വേണ്ടി പോകുക. സ്ഥിരതയില്ലാത്തതിന്റെ അവസ്ഥ, സ്ഥിരതയില്ലാത്ത കുത്തഴിഞ്ഞു കിടക്കുന്ന സ്ഥിരതയില്ലാത്ത അവസ്ഥയ്ക്ക് ഈ പ്രഭാതകാലം എൻ്റെ കർത്താവിന്റെ കരമിറങ്ങി. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതെ, സ്ഥിരതയില്ലാത്ത അവസ്ഥയ്ക്ക് ഈ പ്രഭാതകാലം കർത്താവിന്റെ കരം അവൻ ഇഷ്ടം ഒരു ചേഞ്ച് വരുത്തുക. ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ചോ? അതേ സ്തോത്രം, തളർന്നു പോകുന്നവരെ താങ്ങുന്ന യഹോവയുടെ കരം, നിന്നെ ദൈവഹിതത്തിന് വേണ്ടി പണിതെടുക്കുന്ന യഹോവയുടെ കരം, നിന്റെ ബലഹീനതയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിന്റെ കരം. ഈ പ്രഭാതകാലം വിശ്വസിച്ചോ? ആ നിലവാരത്തിൽ യഹോവയുടെ കരം എന്നെ കേൾക്കുന്ന ക്രിസ്തുവിന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിന് മേൽ ഇന്ന് പ്രഭാതകാലം ഇറങ്ങുകയാണ്. ഇന്ന് പ്രഭാതകാലം വെളിപ്പെടുക യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇന്ന് പ്രഭാതകാലം ഈ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിനോട് പറയാം, നിന്റെ കരം എൻ്റെ വിഷയത്തിന് മേൽ കർത്താവെ ഒന്ന് ഇറങ്ങണം. നിന്റെ കരം എൻ്റെ വിഷയത്തിന് മേൽ കർത്താവേ ഒന്ന് ഇറങ്ങണം. അതെ, എൻ്റെ ബലഹീനതയിൽ എന്നെ താങ്ങുന്ന നിന്റെ കരം, എൻ്റെ ബലഹീനതയിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന കർത്താവേ നിന്റെ കരം. ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ചു കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച ഈ വചനത്തെ ഏറ്റെടുക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കരം അത്ഭുതകരമായി ചലിക്കും. പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കരം അത്ഭുതകരമായിട്ട് ചലിക്കും. നോക്ക്, ഞാൻ പറഞ്ഞു, അതൊന്ന് ബലഹീനതയിൽ നിന്നെ താങ്ങുവാൻ ഇറങ്ങി വരും. 2, നിന്നെ ദൈവഹിതത്തിന് വേണ്ടി പണിയും. 3, ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്വതന്ത്രം, നീ താഴുമ്പോൾ തളരുമ്പോൾ നിന്നെ താങ്ങുവാൻ ഇടയായി തീരും. 4, തിരുവചനം പറയുന്നു, അടുത്ത
അടുത്ത ഭാഗം തിരുവചനം പറയുക, നിന്നെ സ്തോത്രം സ്ഥിരതയോടെ നിർത്തുന്നതാണ് യഹോവയുടെ കരം. പോകില്ല, ഒരുപാട് വചനങ്ങൾ അവൻ സ്തോത്രം നമ്മുടെ മുമ്പിലുണ്ട് യഹോവയുടെ കരത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഇന്ന് പ്രഭാതകാലം മനസ്സിലാക്കാം, അവൻ സ്തോത്രം മഹത്വവും അവൻ ബലവുമുള്ള ഒരു ഭുജം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചലിക്കുന്നുണ്ട്. അത് നിനക്ക് വേണ്ടി നിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ കുറിച്ച് പറയുന്നത്, അവൻ സ്തോത്ര ഫറവോനെയും അവന്റെ സൈന്യത്തെയും യഹോവയൊന്ന് നോക്കി. ഓ ജീസസ്, യഹോവയൊന്നും നോക്കി. അവനൊന്ന് നോക്കിയപ്പോൾ തന്നെ അവന്റെ ഓട്ടം ചിതറാനിടയായി തീർന്നു. അവന്റെ ഓട്ടം പതറിയെന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവിച്ചതെങ്കിൽ, അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ, അവന്റെ ശബ്ദം പുറത്തു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നോക്കിയപ്പോഴും സംസാരിച്ചപ്പോഴും സ്തോത്രം അതാണ് സംഭവിക്കുന്നതെങ്കിൽ, നോക്ക അവന്റെ കരമിറങ്ങിയാൽ എന്തായിരിക്കും സംഭവം? എൻ്റെ കൂടെയുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ലെബാനോനിലെ ചില വൻമരങ്ങളെ സ്തോത്രം ചിതറിച്ചുകളെ, മരങ്ങളുടെ തോലുരിക്കാൻ സ്തോത്രം, കുന്നുകളെ സ്തോത്രം മാനുകളെ പോലെ നൃത്തം ചെയ്യിക്കുന്ന ശബ്ദം, പെരുവെള്ളത്തെ കീറിമുറിക്കുന്ന ശബ്ദം, തീജാലകളെ സ്തോത്രം കീറിമുറിക്കുന്ന യഹോവയുടെ ശബ്ദം. ആ ശബ്ദം ചലിക്കുമ്പോൾ ഇത്രത്തോളം സംഭവിക്കുന്നുവെങ്കിൽ, ശബ്ദം ചലിക്കുമ്പോൾ സൃഷ്ടി സംഭവിക്കുന്നെങ്കിൽ, ശബ്ദം ചലിക്കുമ്പോൾ ഓ ജീസസ്, ശബ്ദം ചലിക്കുമ്പോൾ ശത്രു സ്തോത്രം ഛേദിക്കപ്പെടുന്നെങ്കിൽ, ശബ്ദം ചലിക്കുമ്പോൾ സ്തോത്രം ആഭിചാരവും സ്തോത്രം മന്ത്രവാദവും അഴിയുന്നെങ്കിൽ, അവന്റെ കരമിറങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് പ്രഭാതകാലം യഹോവയുടെ കരമിറങ്ങിക്കഴിഞ്ഞാൽ, നിന്റെ വിഷയത്തിന് മേൽ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ കർത്താവിന്റെ കരമിറങ്ങിക്കഴിഞ്ഞാൽ, ഓ യേശുവിന്റെ നാമത്തിൽ ഓ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയും, 1-2 വേദഭാഗം വേഗത്തിൽ വായിച്ചുറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അവൻ പറ്റുമെങ്കിൽ അതൊന്ന് അവൻ മാർക്ക് ചെയ്തോളൂ. സങ്കീർത്തനക്കാരൻ 18-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം തിരുവചനം നമ്മളോട് പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിങ്കിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. അതായത് സ്തോത്രം, ആ നാശകരമായ കുഴിയിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, നശിക്കേണ്ടിയിരുന്ന ഇനി ഒന്നും ശേഷിക്കത്തില്ലെന്ന് പറഞ്ഞ പെരുവെള്ളത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഉയരത്തിൽ നിന്ന് കൈ നീട്ടി നിന്നെ പിടിച്ചു. യഹോവയെ പറ്റി പറയുക, യഹോവയുടെ കരത്തെ പറ്റി സങ്കീർത്തനക്കാരൻ പറയുക, അവൻ ഉയരത്തിൽ നിന്ന് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞാൻ നശിക്കുന്നു എന്ന് കണ്ടപ്പോൾ, എൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഞാൻ ഇനി ഭൂമിയിൽ ഉണ്ടാകത്തില്ല എന്ന് കണ്ടപ്പോൾ, ഞാൻ തന്നെ നശിക്കാൻ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് തൻ്റെ കരത്തെ ഇറക്കി. ഓ സ്തോത്രം, പെരുവെള്ള സമമാകുന്ന അനുഭവത്തിൽ നിന്ന്, ആ ജീവിത സാഹചര്യത്തിൽ നിന്ന് വലങ്കരം നീട്ടി അവൻ എന്നെ പിടിക്കാനിടയായി തീർന്ന സങ്കീർത്തനക്കാരൻ പറയും, ഈ പ്രഭാതകാലം അത് ഈ സ്തോത്രം സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ പല ജീവിത സന്ദർഭങ്ങൾ നമുക്കുണ്ട്. പെരുവെള്ളം പോലെ നമ്മുടെ തലമേൽ ഉയർന്ന പല ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഇരുന്ന പല ജീവിത സാഹചര്യങ്ങൾ. ഇപ്പോൾ മതി കർത്താവേ സ്തോത്രം, എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ എന്ന നിലവാരത്തിൽ മരണത്തെ ആഗ്രഹിച്ച പല ദിനരാത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ അവസ്ഥ നിന്നല്ല, സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കരം നീട്ടി, ഓ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്റെ വലങ്കരം നീട്ടി നമ്മളെ വിടുവിച്ച ഒരു ദൈവമുണ്ടെന്ന്, ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന്, പെരുവെള്ളത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് 95-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം സ്തോത്രം തിരുവചനം പറയുക, ഭൂമിയുടെ അധോഭാഗങ്ങൾ യഹോവ അവന്റെ കയ്യിലിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങൾ യഹോവയുടെ കയ്യിലിരിക്കുന്നു. ഭൂമിയുടെ, ഞാനിത് ഉറപ്പിക്കാൻ വേണ്ടി, നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ വേണ്ടി, എന്നെയും നിങ്ങളെയും ഉറപ്പിക്കാൻ വേണ്ടി വേദഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കെ ഭൂമിയുടെ അധോഭാഗങ്ങൾ യഹോവയുടെ കരത്തിലിരിക്കും. അതായത് ഇതെന്തോ ആകണമെന്ന് തീരുമാനിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ദൈവമാണ്. ഓ യഹോവയാണെന്നേ. ഇത് എന്തോ ആകണമെന്ന്, എങ്ങോട്ട് ചലിക്കണമെന്ന്, ഏത് രീതിയിൽ ഇതിന്റെ മൂവ് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ദൈവമാണ്. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതിന്റെ അധോഭാഗങ്ങൾ യഹോവയുടെ കരത്തിലിരിക്കുന്നു. തീർന്നില്ല. ഇയ്യോബ് 36-32 ഇയ്യോബ് പറയുകയാണ്, ഇയ്യോബ് യഹോവയുടെ കരത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. 36-32 അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു, പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു. അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു. യഹോവയുടെ കരത്തിൽ വൈഡകൾ കരതന. എനിക്കറിയത്തില്ല, ഞാൻ ആ സ്തോത്രം ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു. യോബ് പറയണം, മിന്നൽ കൊണ്ട് അവന്റെ കരങ്ങൾ നിറയപ്പെട്ടിരിക്കുക, പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ഇടിമിന്നലിന് ചാലൊരുക്കുന്ന പരിശുദ്ധാത്മാവ്. ഓ ലേര വൈഡകൾ കരതന ഘടകൻ.
വിശ്വസിച്ച് നിന്റെ ദൈവം ആരാ? നിന്റെ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത എന്താ? ഇടിമിന്നലിന് ചാലൊരുക്കുന്ന പരിശുദ്ധാത്മാവ്. യോബ് പറയുകയാണ്, സ്തോത്രം, അവൻ സ്തോത്രം മിന്നൽ കൊണ്ട് തൃക്കൈ നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവം. ഓ, യേശുവിന്റെ നാമത്തിൽ അവന്റെ പ്രതിയോഗിക്ക് നേരെ അവൻ അതിനെ പ്രയോഗിക്കുന്നു. ഓ ലേമാറ ഷെക്കേലെ റബനഘടക വൈഡകൽ കരാധന. ഇടിമിന്നലിന് ചാലൊരുക്കുന്ന പരിശുദ്ധാത്മാവ്. നിന്റെ അപ്പനാര, നിന്റെ കർത്താവാര, നീ വിളിക്കുന്ന ദൈവമാര? ഇടിമിന്നലിന് ചാലൊരുക്കുന്നവൻ. തൃക്കൈയിൽ ഇടിമിന്നലുകൾ കൊണ്ട് നിറയ്ക്കുന്നവൻ. മിന്നലുകൾ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നവൻ. ഓ, യേശുവിന്റെ നാമത്തിൽ. തീർന്നില്ല. ദിനവൃത്താന്ത പുസ്തകം 29, ദിനവൃത്താന്ത പുസ്തകം 29:12 തിരുവചനം പറയുക, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി അല്ലയോ? ഭാഗം നോക്ക. സകലത്തെയും ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും നിന്റെ പ്രവൃത്തി അല്ലയോ? ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ധനവും മാനവും നിങ്ങൾ നിന്ന് വരുന്നു. യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത നോക്ക. ദിനവൃത്താന്തങ്ങളിൽ പറയുകയാണ്, സ്തോത്രം, ധനവും മാനവും യഹോവയുടെ കരത്തിലിരിക്കുന്നു. സ്തോത്രം. കർത്താവ് തന്റെ ഐഹികകാല ശുശ്രൂഷയിൽ ഒരു ഉപമ പറയാനിടയായി. ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ, കരം കൊണ്ട് കൊടുപ്പാൻ സ്തോത്രം ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവത്തിന്റെ ആത്മാവാണ് നമുക്കുള്ള സകല ആവശ്യങ്ങളെക്കാൾ വലുതായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, വേറെ ഒന്നിനെയും കുറിച്ചും നമ്മൾ സ്തോത്രം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതായത് സ്വർഗത്തേക്കാൾ വലിയവനായ, ഭൂമിയേക്കാൾ വലിയവനായ വേറെ എന്തും മനുഷ്യനോട് ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണത്തെ മനുഷ്യനോട് ക്ഷമിക്കത്തില്ല. അത്ര തന്നെ പിതാവും പുത്രനും പ്രാധാന്യം നൽകുന്ന പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നമുക്ക് തരുമെങ്കിൽ അവന്റെ കരത്തിലിരിക്കുന്ന ധനവും മാനവും, ഓ പുരാതന സമ്പത്തും, എൻ്റെ കൂടെ ഉണ്ടോ? യേശുവിന്റെ നാമത്തിൽ. ധനവും, യഹോവയുടെ കരത്തിലിരിക്കുന്ന ധനവും മാനവും പുരാതന സമ്പത്തും. സ്തോത്രം. തിരുവചനം പറയുക, ദിനവൃത്താന്തം പറയുകയാണ് 2:29-12 പറയുക, ശക്തിയും സ്തോത്രം സകലത്തെ വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തി അല്ലയോ? വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും. കർത്താവിന് ആഗ്രഹമുള്ളവരെ അവൻ തന്റെ കരം കൊണ്ട് ഉയർത്താനിടയായിത്തീരും. കർത്താവിന് ആഗ്രഹമുള്ള ചിലതിനെ അവൻ തന്റെ കരം കൊണ്ട് താഴെ ഇറക്കാനിടയായിത്തീരും. ഇന്ന് പ്രഭാതകാലം ബീഹാറിലും തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കുക, ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടക്കുകയാണ്. ദൈവം നിശ്ചയിച്ചത് അധികാരത്തിൽ കയറും, ദൈവം നിശ്ചയിച്ചത് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങും. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ചിലതിനെ അധികാരത്തിൽ കയറ്റുന്നത് ദൈവമാണ്. നമ്മൾ ചിന്തിക്കും, സുവിശേഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് അധികാരികൾ ഈ ദിവസങ്ങളിൽ അധികാര കസേരയിൽ കയറിയിരിക്കുന്നത് സ്വർഗം അറിയാതെയാണെന്ന്. അവൻ അധികാരത്തിൽ കയറിയത് സ്വർഗം അറിഞ്ഞിട്ടാണെന്ന്, സ്വർഗം അനുവദിച്ചിട്ടാണെന്ന്. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. എരിവില്ലാതെ ഈ ദിവസങ്ങളിൽ തീ കണഞ്ഞു പോയി, അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അതേ സ്തോത്രം. ശുശ്രൂഷയെയും ദൈവവേലയെയും ജാതികൾക്ക് മുമ്പിൽ അപമാനമായി എഴുതി കാണിക്കത്തക്കവണ്ണം വിധത്തിൽ, പരിഹാസപാത്രമാകത്തക്കവണ്ണ വിധത്തിൽ ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് അങ്ങനെ ആ നിലവാരത്തിലാക്കിയിരിക്കുന്ന ഒരു കൂട്ടത്തിന് എരിവ് വരുവാൻ, എൻ്റെ കൂടെ കൊണ്ടോ ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, എരിവ് വരുവാൻ ചില അധികാരികൾ എൻ്റെ സ്വർഗം എഴുന്നേൽപ്പിക്കാനിടയായിത്തീരും. നല്ലതിനെയും തീയതിനെയും വകഞ്ഞു മാറ്റുവാൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കളയെയും വിതയെയും സ്തോത്രം വിളവിനെയും വേർതിരിക്കാൻ ചിലതിനെ സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന്, ജാതികളെ കൊണ്ട് എരിവ് വരുത്തുമെന്ന്. ഓ യേശുവിന്റെ നാമത്തിൽ. ശുശ്രൂഷകന്മാരൊക്കെ പറയുന്നത് വടി എടുക്കാൻ പോയിട്ടേ ഉള്ള, അടി തുടങ്ങിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ അവന്റെ കരം കൊണ്ടുള്ള അടി താങ്ങുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചിലതിനെയൊക്കെ ഉയർത്തുവാനും, ചിലതിനെയൊക്കെ ഇറക്കുവാനും, ചിലതിനൊക്കെ ബലം നൽകുവാനും, ചിലതിനൊക്കെ ബലമില്ലാതെയാക്കുവാനും, ചിലതിനൊക്കെ ധനം നൽകുവാനും, ചിലതിനൊക്കെ ബഹുമാനം നൽകുവാനും യഹോവയുടെ കരത്തിന് കഴിയുമെന്ന്. അതെ, ഇന്ന് പ്രഭാതകാലം യഹോവയുടെ കരമാണ് അതെല്ലാം ചെയ്യുന്നത്. കർത്താവിന്റെ
കരമാണ് അതെല്ലാം ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ ആവർത്തിച്ച് വചനം പറയുന്നു, അവർ പറഞ്ഞ വചനത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം അവരോട് കൂടെയിരുന്നു. കർത്താവിൻ്റെ കരം അവരോട് കൂടെയിരുന്നു. കർത്താവിൻ്റെ കരം അവരോട് കൂടെയിരുന്നു. ഇന്ന് പ്രഭാതകാലം ഈ തിരുവചനം കേൾക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിൻ്റെ കരം, നിന്റെ കർത്താവിൻ്റെ കരം നിന്നോട് കൂടെ വരിക. ഇന്നലെ വരെ നീ ചെയ്ത് ചെന്നെടുത്ത് അസാധ്യതകളും സാധ്യതകളും ഒക്കെ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇമ്പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞ് നിന്നെ മടക്കിയിട്ട അടുത്തേക്ക് ഇന്ന് പ്രഭാതകാലം കർത്താവിൻ്റെ കരവുമായിട്ട് നീ കടന്നു ചെല്ല്. യേശുവിൻ്റെ നാമത്തിൽ നിന്നോടുകൂടെ ഈ അതേ അനിൽ മാത്യു ബ്രദറെ, അതേ ജിബോ സിസ്റ്ററെ, അതേ സത്യം ബ്രദറെ, അതേ ഗ്രീഷ്മ സിസ്റ്ററെ, നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ കരം ഇന്ന് പ്രഭാതകാലം ചലിക്കുവാൻ വേണ്ടി പോകുക. ശബ്ദം ചലിച്ചതുപോലെ അവൻ്റെ കരം ഇന്ന് പ്രഭാതകാലം നിങ്ങളോട് കൂടെ ചലിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുക, അവൻ്റെ ആ കരത്തിലിരിക്കുന്നു ധനം, അവൻ്റെ കരത്തിലിരിക്കുന്നു ബഹുമാനം, അവൻ്റെ കരത്തിലിരിക്കുന്നു സർവ്വ അധികാരം, അവൻ്റെ കരത്തിലിരിക്കുന്നു ഉയർച്ച. അത് സ്തോത്രം ആർക്ക് കൈമാറണമെന്ന് തീരുമാനിക്കുന്നത് സ്വർഗമാണ്. സ്തോത്രം. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അവൻ്റെ ഇഷ്ടപ്രകാരം പണിയപ്പെടുവാൻ തക്കവണ്ണം അവൻ്റെ കരത്തിൽ നാം അങ്ങ് സമർപ്പിച്ചു കൊടുക്കണം കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. അവൻ സുവിശേഷകൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അവൻ പണിയപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരത്തിൽ സ്തോത്രം അവൻ വിട്ടുകൊടുക്കുന്ന, ദൈവത്തിൻ്റെ കരത്തിൽ ജീവിതത്തെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സ്വർഗം എന്താണ് ചെയ്യിക്കുവാൻ പോകുന്നതെന്ന് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. ദൈവഹിതത്തിന് വേണ്ടി ജീവിതത്തെയും അവിശ്വത്രം ജീവനെയും സകലത്തെയും വിട്ടുകൊടുത്ത് ദൈവഹിതത്തിന് പണിയപ്പെടുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് സ്വർഗത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒന്ന് പറയാൻ പറ്റുമോ? അതെ, നിന്റെ കരത്തിൽ പണിയപ്പെടുന്നതൊന്നായിട്ട് എൻ്റെ ജീവിതം മാറട്ടെ കർത്താവേ എന്ന്. നിന്റെ പുണിയിൽ അവൻ ശക്തമായ മൂർച്ചയേറിയ ആയുധമായിട്ട് എന്നെ പണിതെടുക്കണമേ എന്ന്. നിന്റെ ആ സ്തോത്രം ആലയിൽ എന്നെയും എൻ്റെ ജീവിതത്തെയും അതിനായിട്ട് പണിതെടുക്കണമേ എന്ന്. കർത്താവേ, നിന്റെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന്, നിന്റെ കരത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു എന്ന്, നിന്റെ കരത്തിലേക്ക് എന്നെ അവൻ കൈമാറുന്നു എന്ന്, നിനക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ പണിതെടുക്കണമെന്ന് പറഞ്ഞ് ആര് സമർപ്പിക്കാൻ തയ്യാറാകും? അതേ സ്തോത്രം, അവരെക്കുറിച്ചാണ് അതേ സുവിശേഷകൻ പറയുന്നത്. അവരെക്കുറിച്ചാണ് സുവിശേഷകൻ പറയുന്നത്. നിന്നെ കൊണ്ട് സ്വർഗത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ സമർപ്പിക്കുന്നവനെ കൊണ്ട് അവൻ കർത്താവ് എന്ത് ചെയ്യുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരുത്തന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല, ഒരുത്തന്റെ മനസ്സിലും അത് വരയ്ക്കപ്പെട്ടിട്ടുമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതകാലം യഹോവയുടെ കരത്തിൽ നമ്മെ തന്നെ കൊടുക്കുക. ആ കരത്തിന്റെ പ്രത്യേകത നാം പറയാനിടയായിട്ടുണ്ട്. ഇടിമിന്നലിനെ കരത്തിൽ വഹിക്കുന്നവൻ, ഭൂമിയുടെ അധോഭാഗങ്ങൾ കരത്തിൽ വഹിക്കുന്നവൻ, നമ്മളെ ഉള്ളം കയ്യിൽ വരയ്ക്കുന്നവൻ, പെരുവെള്ളത്തിന് സ്തോത്രം വഴിയെ ഒരുക്കുന്ന കരം. സ്തോത്രം, രഥങ്ങളെ സ്തോത്രം ചിതറിക്കുമാറാക്കുന്ന യഹോവയുടെ കരം. സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ച് ആ കർത്താവിന്റെ കരം എന്നോടുകൂടെ ഇന്ന് സ്തോത്രം ചലിക്കാനിടയായിത്തീരും. ഇന്ന് പ്രഭാതകാലം ചലിക്കാനിടയായിത്തീരും. അതേ പ്രസന്ന ദൈവദാസന് നിശ്ചയമായിട്ടും കർത്താവിന്റെ കരം സ്തോത്രം ചലിക്കാനിടയായിത്തീരും. യഹോവയുടെ കരം കർത്താവിന്റെ കരം അവരോട് കൂടെ ചലിച്ചപ്പോൾ അന്ന് വരെ സംഭവിച്ചതുപോലെ അല്ല അവരുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ സംഭവിക്കും. നോക്ക്, അത്ഭുതങ്ങൾ സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു, രോഗികൾ സൗഖ്യമായി, സാമ്പത്തിക വിഷയങ്ങൾക്ക് കുറവുകൾ സകലതും നികത്താനിടയായിത്തീരും. അന്ന് വരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് അവർ അധ്വാനിക്കാൻ പോകണം, വളരെ കഷ്ടപ്പെടണം. എന്നാൽ കർത്താവിന്റെ കരം അവരോട് കൂടെ ചലിച്ചപ്പോൾ അവർക്കുള്ളതിന് സകലത്തെയും അവരുടെ കാൽ കീഴിൽ കൊണ്ടുവന്നാക്കുവാൻ. ഇത് പ്രോസ്പെരിറ്റി ആണെന്ന് വെച്ചാൽ യെസ്, അബ്സല്യൂട്ട്ലി പ്രോസ്പെരിറ്റിയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അത് നമ്മൾ കാണുന്നു. അവരുടെ കാൽ കീഴിൽ അവർക്കുള്ളത് സകലതും വരുവാനിടയായിത്തീർന്നു. അവർ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ അത് സകലർക്കും വീതിച്ചു കൊടുത്തുന്ന വചനം പറയുന്നു. നോക്ക്, അവരുടെ കാൽ കീഴിൽ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മുട്ടുവന്നില്ല കേട്ടോ, അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് മുട്ടുവന്നില്ല കേട്ടോ, അവരുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് മുട്ടുവന്നില്ല കേട്ടോ. സൗഖ്യമാക്കുവാൻ യഹോവയുടെ കരം അവരോട് കൂടെ ഇരുന്നെന്ന്, കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരുന്നെന്ന് വചനം പറയുന്നു. ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, യഹോവയുടെ കരം നിന്നോട് കൂടെയുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ധനം വരും, മാനം വരും, ബഹുമാനം വരും, ഉയർച്ച വരും, സ്വതന്ത്രം ബലം വരും. അതെ, ഇന്ന് പ്രഭാതകാലം വിശ്വസിച്ച് ആ കരം എനിക്ക് വേണ്ടി ഒന്ന് ചലിക്കണമെന്ന് കർത്താവിനോട് പറ. ആ കരം എൻ്റെ വിഷയത്തിന് മേൽ, എൻ്റെ തലമുറയുടെ വിഷയത്തിന് മേലൊന്ന് ചലിക്കണമേ എന്ന് കർത്താവിനോട് പറ. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന്, കൂടെയുണ്ടോ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്ന്നിരിക്കണം. ഓ ജീസസ്, എൻ്റെ കൂടെയുണ്ടോ? സഹോദരൻ
കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, സ്തോത്രം. അറിയത്തില്ല, ഇന്ന് പ്രഭാതകാലം വലിയ വിടുതലുകൾ സംഭവിക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നോക്ക് സ്തോത്രം. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിക്കുക. യഹോവയുടെ കരത്തിൻ്റെ പ്രത്യേകതയാണ്, നീ ആ കരത്തിൽ താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ തക്ക സമയമാകുമ്പോൾ ധനമുണ്ട്, മാനമുണ്ട്, മഹത്വമുണ്ട്, ഉയർച്ചയുണ്ട്, ബലമുണ്ട്. ഇവയൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ യഹോവയുടെ കരത്തിൽ നീ ഒന്ന് താഴ്ന്നിരിക്കുക. അവൻ ഉള്ളം കരത്തിൽ നിന്നെ വഹിക്കുന്ന ദൈവമാണ്. ആ കരത്തിൽ ഒന്ന് താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ വചനം പറയുന്നു, പത്രോസ് അപ്പോസ്തലൻ പറയുക, എനിക്ക് അനുഭവമുണ്ട് കേട്ടോ. പത്രോസ് അപ്പോസ്തലൻ പറയുക, അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് കേട്ടോ. ഞാൻ ആ കരത്തിൽ താഴ്ന്നിരുന്നപ്പോൾ ആ കരം എന്നോടുകൂടെ ചലിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ രോഗികൾ സൗഖ്യമായി, എൻ്റെ ടവൽ തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമായെന്ന്. എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ കരം എന്നോടുകൂടെ ചലിച്ചപ്പോൾ എൻ്റെ യാത്രകൾക്കൊന്നും വിഘ്നം വന്നില്ല, മുടക്കം വന്നില്ല. എൻ്റെ അതരം സംസാരിച്ചത് അന്ന് വരെ സംസാരിക്കാത്ത ജ്ഞാനമേറിയ വാക്കുകളാണ്. ആരും സംസാരിക്കാത്ത രീതിയിലാണ് അന്ന് സ്തോത്രം ഞാൻ സംസാരിക്കാനിടയായി. യഹോവയുടെ കരം, കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ചലിച്ചപ്പോൾ ആ നിലവാരത്തിലാണ് എൻ്റെ ജീവിതം മാറുവാനിടയായിത്തീരുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയാം, എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിക്കുക. തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിക്കുക. നമ്മൾ കേട്ടു, യഹോവയുടെ ശബ്ദം നമുക്ക് വേണ്ടി ചലിക്കും. ഈ പ്രഭാതകാലം നമ്മൾ കേട്ടു, യഹോവയുടെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ഞാൻ പറഞ്ഞു, ഇത്രത്തോളം വിശദീകരിച്ചു. ഒക്കെ ഭൂമിയുടെ അധോ ഭാഗം അവൻ്റെ കരത്തിലിരിക്കുന്നു. ഇടിമിന്നലിന് ചാലൊരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്. തളർന്നു പോകുന്നവനെ താങ്ങുന്നത് യഹോവയുടെ കരമാണ്. യഹോവയുടെ കരമാണ്. അതേ സ്തോത്രം, സ്തോത്രം. അവൻ സ്ഥിരതയില്ലാത്തതിനെ ഉറപ്പിക്കുന്നത് യഹോവയുടെ കരമാണ്. തൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മളെ പണിതെടുക്കുന്നത് യഹോവയുടെ കരമാണ്. ഈ പ്രഭാതകാലം ആ യഹോവയുടെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിലും നിന്റെ കരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ, കാണുവാൻ, ടെക്സ്റ്റിഫൈ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലും നിന്റെ കരം ഒന്ന് പ്രവൃത്തിപഥത്തിലേക്ക് വരുവാൻ, അതൊന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കും. എത്ര പേര് ഈ പ്രഭാതകാലം പറയും, നിന്റെ കരം എനിക്ക് വേണ്ടി. ഇടിമിന്നലിന് ചാലൊരുക്കുന്ന നിന്റെ കരമുണ്ടല്ലോ, അതേ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിന് അതെനിക്കൊന്ന് കാണണം. രോഗികളെ സൗഖ്യമാക്കുന്ന നിന്റെ കരമുണ്ടല്ലോ. സാമ്പത്തിക വിഷയത്തിന് മേൽ വിടുതൽ നൽകുന്ന നിന്റെ കരമുണ്ടല്ലോ. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന വിഷയത്തിന് മേൽ വിടുതൽ നൽകുന്ന നിന്റെ കരമുണ്ടല്ലോ. ഒരിക്കലും ഉറപ്പില്ലാതെ വണ്ണം വീണു എഴുന്നേറ്റ് നടന്ന വ്യക്തിയെ സ്തോത്രം ഉറപ്പോടെ നിർത്തിയ നിന്റെ കരമുണ്ടല്ലോ. അവൻ്റെ കരം പിടിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു എന്ന് വചനം പറയുന്നത് പോലെ സ്തോത്രം. അവൻ കാറ്റ് കണ്ട് പ്രതികൂലം കണ്ട് താഴ്ന്നു പോയവനെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന എൻ്റെ സകല മേഖലകളിലും നിന്റെ കരമൊന്ന് വെളിപ്പെടുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ആരാധനാ ജീവിതം, അതേ എൻ്റെ ഇഷ്ടത്തിന് ഭൗതിക ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, ഇതൊക്കെ ഇഷ്ടത്തിന് ഒരുപാട് ലെയിം എക്സ്ക്യൂസുകൾ പറഞ്ഞ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം ചിതറിക്കിടക്കുന്ന സകല അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതകാലം നിന്റെ കരം തൊട്ട് എഴുന്നേൽക്കുന്നത്. മുടന്തൻ ന്യായങ്ങൾ ഒരുപാട് നമ്മൾ പറയാറുണ്ട്, ലെയിം എക്സ്ക്യൂസസ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ധരണിക്കുമ്പോൾ, വചനം വായിക്കാൻ ഉദ്ധരണിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ലെയിം എക്സ്ക്യൂസുകൾ നമ്മൾ പറയാറുണ്ട്. അടുത്ത നിമിഷമാകട്ടെ, സമയമുണ്ടല്ലോ, നാളെ ആകട്ടെ, ഇന്ന് പ്രഭാതകാലം അതൊരു സകലത്തിനും മാറ്റം വരികയാണ്. സ്തോത്രം. ലെയിം എക്സ്ക്യൂസുകളൊക്കെ നരിയാണി സ്തോത്രം ഉറച്ച് എഴുന്നേൽക്കുവാൻ വേണ്ടി, മുടന്തൻ ന്യായങ്ങളൊക്കെ നരിയാണി ഉറച്ച് എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുകയാണ്. നീ എഴുന്നേൽക്കും, നീ പ്രാർത്ഥിക്കും. കാരണം നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് യഹോവയാണ്, കർത്താവാണ്. കർത്താവിൻ്റെ കരമാണ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ആ ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ഇന്ന് പ്രഭാതകാലം പിടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരമാണെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിരിക്കും. വിട്ടിട്ട് പോകത്തില്ലത്. ആ അംശം 4-ാം യാമത്തിൽ ഒരാൾ നിന്നെ രക്ഷിക്കാൻ വരുത്തില്ലെന്ന് പത്രോസെ കർത്താവിനറിയാം. പടകിലിരിക്കുന്നവരാരും ഇറങ്ങത്തില്ലെന്നും കർത്താവിനറിയാം. അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് കർത്താവിനെ ചെയ്യാൻ കഴിയത്തുള്ളെന്നും കർത്താവിനറിയാം. അതുകൊണ്ട് അവൻ വലങ്കരം നീട്ടുമെന്നേ. ഈ അവസ്ഥയിൽ നിനക്ക് വേണ്ടി ആരും ഇറങ്ങി വരത്തില്ലെന്നും കർത്താവിനറിയാം. കർത്താവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും കർത്താവിനറിയാം.
കർത്താവിൻ്റെ കരം ചലിക്കുമെന്ന് വിശ്വസിക്കുക. ഉറപ്പുണ്ടോ? നിന്റെ പടകിനെ പിടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരമാണ്. നിന്റെ ജീവിതത്തെ പിടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരമാണ്. നിന്റെ സാമ്പത്തികത്തെ പിടിച്ചിരിക്കുന്നത്, നിന്റെ ആത്മീയതയെ പിടിച്ചിരിക്കുന്നത് ഇന്ന് പ്രഭാതകാലം ഈ വചനം കേട്ട് കഴിയുമ്പോൾ വിശ്വസിക്കുക, കർത്താവിൻ്റെ കരമാണ്. നീ നശിച്ചു പോകാൻ, നാം ഇല്ലായ്മയാകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. സ്വർഗം നമ്മുടെ കരത്തെ പിടിക്കാനിടയായിത്തീരും. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഈ പ്രഭാത സന്ദേശത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ പ്രഭാതകാലം നമ്മൾ കേട്ടു യഹോവയുടെ ശബ്ദം. ഈ പ്രഭാതകാലം നമ്മൾ കേട്ടു യഹോവയുടെ കരം, കർത്താവിൻ്റെ കരം. അവർ പറഞ്ഞത് സാധ്യമാക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം, അവരെന്താണോ നാവുകൊണ്ട് പറഞ്ഞത് അതിനെ സാധ്യമാക്കുവാൻ, അല്ലെങ്കിൽ അതിനെ അതേപോലെ ചെയ്യുവാൻ കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരുന്നു. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? നീ എന്താണോ പറയുന്നത്, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് അതേപോലെ ചെയ്തു തരുവാൻ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരുമെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അതേപോലെ ചെയ്തു തരുവാൻ കർത്താവിൻ്റെ കരം ഈ ദിവസങ്ങളിൽ നിന്നോടുകൂടെ ചലിക്കാനിടയായത് വിശ്വസിക്കാമോ? ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി. കർത്താവെ, ഈ പ്രഭാതകാലം വചനം കേട്ട ക്രിസ്തുവിന്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം ബ്ലസ് ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ കരത്തെക്കുറിച്ച് ഇന്ന് പ്രഭാതകാലം കേട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ കരത്തിൻ്റെ വെളിപ്പെടലുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. പത്രോസ് എക്സ്പീരിയൻസ് ചെയ്തതുപോലെ, അതേ സ്തോത്രം പഴയ നിയമ ഭക്തന്മാർ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ അങ്ങയുടെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും, ഞങ്ങളുടെ ജീവിതത്തെ പിടിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. സാക്ഷ്യത്തിനായി കർത്താവ് വലിയ കാര്യങ്ങളെ അങ്ങയുടെ കരം കൊണ്ട് ചെയ്തെടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങയുടെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. സ്വർഗം അത് ചെയ്യും. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, നമ്മളെ ഒരുമിച്ച് ബലപ്പെടുത്തട്ടെ. പതറിപ്പോകരുത്, ഭയപ്പെട്ടു പോകരുത്. യഹോവയുടെ കരം, കർത്താവിൻ്റെ കരം നമ്മളെ പിടിച്ചിട്ടുണ്ട്. ഭക്തൻ പാടുന്നത് പോലെ ദൂതന്മാർ നമ്മളോട് കൂടെയുണ്ട്, കർത്താവിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്, കർത്താവിൻ്റെ ശബ്ദം നമ്മളോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്, തിരുവചനം നമ്മളോട് കൂടെയുണ്ട്. ഡോണ്ട് ബി അഫ്രൈഡ്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഹി ഈസ് ഗാഡ്. ദൈവമാണെന്ന് മനസ്സിലാക്കുക. നീ ആരാധിക്കുന്ന ദൈവം ആരെന്നുള്ളൊരു ബോധ്യം നിന്നെ ഭരിക്കട്ടെ, നമ്മെ ഭരിക്കട്ടെ. അമിഷ്ടത്തിനും പെരുവെള്ളത്തെ തൻ്റെ കരത്തിൽ വഹിക്കുന്നവൻ, അമിഷ്ടത്തിനും തിരുവചനം പറയുന്നു, നോക്ക്. സ്തോത്രം, സ്തോത്രം, സോറി. പെരുവെള്ളത്തെ അവൻ കരത്തിൽ വഹിക്കുന്നവനായ ഒരു ദൈവം, ഇടിമിന്നലിന് ചാലൊരുക്കുന്നവനായ ഒരു ദൈവം. വാട്ട് എ വണ്ടർഫുൾ ഗോഡ് വി ഹാവ്. ഭയപ്പെടരുത്, തിരുസന്നിധിയോട് ചേർന്നിരിക്കുക. അത്ഭുതങ്ങൾ സ്വർഗത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ സമയത്തെ വെറുതിരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നാളെ പ്രഭാതകാലം 7 o'clock ഓൺലൈൻ സർവീസ് നമ്മൾ കടന്നു വരും. ഫ്രീ ആയിട്ടുള്ളവർ കടന്നു വരിക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ബ്ലസ്ഡ് ആണെങ്കിൽ നാളെ പ്രഭാതകാലം 7 മണിക്കുള്ള കൂട്ടായ്മയിൽ കടന്നു വരിക. ഫ്രീ ആയിട്ടുള്ളവർ ഒരുമിച്ച് നമുക്ക് തിരുവചനത്തെ കേട്ട് വചനചിന്തകളെ വെളിപ്പാടുകളിലേക്ക് പ്രാപിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരവ് താമസമെങ്കിൽ വീണ്ടും കാണാം. വരവ് സംഭവിക്കുന്നുവെങ്കിൽ ആ നിത്യതയിൽ വെച്ച് നമുക്ക് കാണാം. അതുവരെ തങ്കച്ചിറകിന്മേൽ കർത്താവ് നമ്മളെ മറക്കട്ടെ. എന്തെങ്കിലും പ്രയർ മാറ്റേഴ്സ് പേഴ്സണലി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ പ്രയർ മാറ്റേഴ്സ് ഷെയർ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വരവിനായി ഒരുങ്ങാം. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുവാൻ വേണ്ടി പോകുന്നു. സമാധാനത്തായിരിക്കാം. God bless you all. Amen, amen, amen. Jesus.